പുരോഹിതനാകാൻ പരിശീലനം നേടുന്ന ഒരാൾ വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യം അർപ്പിക്കുന്ന കുർബാനയാണ് പ്രഥമ ദിവ്യബലി, ഫസ്റ്റ് മാസ്. നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള പ്രഥമ ദിവ്യബലി ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അടുത്ത കാലത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രഥമ ദിവ്യബലിയെക്കുറിച്ചുള്ള കുറിപ്പ് വായിക്കാനിട വന്നു. നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് മാസ് അല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നായ നൈജീരിയയിലെ ഒരു സാധാരണ പാവപ്പെട്ട ഏരിയയിലുള്ള ഫസ്റ്റ് മാസ്. യോഗാൻ എന്ന പേരുള്ള ഒരു യുവ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാസ് അർപ്പിക്കുകയാണ്. ഫസ്റ്റ് മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ വരവേൽപ്പ്, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടം, ഭയങ്കര ഡെക്കറേഷൻസ്, ഇനി ആൾത്താര നിറയെ സഹകാർമ്മികരായ വൈദികർ, അങ്ങനത്തെ ഒരു ചിത്രം കാണരുത്. ഇവിടെ കുർബാന അർപ്പിക്കാൻ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇനി കൂര പോലുള്ള ഒരു പാവപ്പെട്ട പള്ളിയിൽ കുറച്ച് ആളുകളും. അതാണ് ഫസ്റ്റ് മാസ്. അത്ര വലിയ ആഘോഷമൊന്നുമില്ല. കുർബാന തുടങ്ങി ഹല്ലേലൂയ ഗീതം ആലപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമായപ്പോൾ കപ്പ്യാർ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. അടുത്ത പള്ളിയിൽ, തൊട്ടടുത്ത പള്ളിയിൽ IS ഭീകരർ, ബോക്കോ ഹറാം എന്ന പേരുള്ള തീവ്രവാദി സംഘടനാംഗങ്ങൾ എത്തിയിരിക്കുന്നു. അവർ പലരെയും കൊലപ്പെടുത്തി നിഷ്ഠുരമായിട്ട് പള്ളിക്കകത്ത്. അടുത്ത ലക്ഷ്യം ഈ കൊച്ചു പള്ളിയാണ്. എന്തു ചെയ്യണം? അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുർബാനയിലാണ്. കൊച്ചച്ഛനാണ്, ചെറുപ്പക്കാരനാണ്. എന്തു ചെയ്യും? അയാൾ ഈ കുറിപ്പ് വായിച്ചതിന് ശേഷം ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, എന്ത് ചെയ്യണം, വാട്ട് ടു ഡു? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ തൊട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, യു ആർ ആസ്കിങ് അസ് വാട്ട് ടു ഡു? എന്ത് ചെയ്യണമെന്നാണോ ചോദിക്കുന്നത്? വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്? കണ്ടിന്യൂ വിത്ത് ദ മാസ്, കുർബാന തുടരുക. വേറെന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂ വിത്ത് ദ മാസ്, ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദ മാസ്, ഇറ്റ്സ് ലൈഫ് ഫോർ അസ്. ഈ കുർബാന നമ്മുടെ ജീവിതമാണ്. ഈ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ മരിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ നമ്മൾ മരിക്കും. വാട്ട് ഈസ് ഇറ്റ്? നമുക്കൊരു നഷ്ടമില്ല. എന്തായാലും ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ക്രിസ്തുവിൻ്റെതല്ലേ. സോ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദ മാസ്. ഈ കൊച്ചച്ഛൻ പറയുന്നു, ഇതുവരെ ലഭിക്കാത്ത ഒരു തീവ്രമായിട്ടുള്ള ചൈതന്യം ഉള്ളിൽ വന്ന് നിറയുന്നൊരു അനുഭവം എനിക്കപ്പോൾ ഉണ്ടായി. അദ്ദേഹം എഴുതുന്നു, ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുർബാനയാണ്. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കുർബാനയാകാം. എൻ്റെ ജീവിതത്തിലെ ഏക കുർബാനയാകാം. ഞാൻ ആ തീവ്രതയോടുകൂടി ആ കുർബാന അർപ്പിച്ചു. ഹല്ലേലൂയ ഗീതം പാടുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ചൈതന്യം വന്ന് നിറയുന്ന അനുഭവം. സാധാരണ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്, പ്രീസ്റ്റ് ഓഫർ ദിസ് മാസ് ആസ് ഇഫ് ഇറ്റ് യുവർ ഫസ്റ്റ് മാസ്, ആസ് ഇഫ് ഇറ്റ് യുവർ ലാസ്റ്റ് മാസ്, ആസ് ഇഫ് ഇറ്റ്സ് യുവർ ഓൺലി മാസ്. നിങ്ങളുടെ ആദ്യ കുർബാന പോലെ, അന്ത്യ കുർബാന പോലെ, നിങ്ങൾ അർപ്പിക്കുന്ന ഏക കുർബാന പോലെ ഈ കുർബാന അർപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബലിയിലൊക്കെ നിരന്തരം പങ്കെടുക്കുന്ന നമ്മൾ ബലിയുടെ വിലയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ബലിപീഠത്തിൻ്റെ വിലയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ബലി അർപ്പകൻ്റെ വിലയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? നമുക്കിന്ന് വലിയ അർപ്പണം നിറഞ്ഞു കവിയുന്ന പള്ളികളുണ്ട്. നമുക്ക് യാതൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. വരും, പക്ഷേ വരാറായിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാം കയ്യിലുള്ളത് കൊണ്ട് വി ആർ ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. മക്കബയക്കാരുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്, ബലിപീഠത്തെ നിസാരമായി കാണരുത്. നിസാരമായി കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ അനർത്ഥങ്ങൾക്കത് വഴി തുറക്കും. അങ്ങനെ തന്നെ പ്രവചനം പറഞ്ഞതുപോലെ തന്നെ യഹൂദരുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ദേവാലയങ്ങളെല്ലാം നിലംപരിശാക്കപ്പെട്ടു, പുരോഹിതർ നാടുകടത്തപ്പെട്ടു. അപ്പോൾ മലാക്കി പ്രവാചകൻ കരഞ്ഞു പറഞ്ഞു, ബലിപീഠത്തെ നിങ്ങൾ ഇത്ര നിസാരമായി കണ്ടല്ലോ. സ്വർണമെന്തേ മങ്ങിപ്പോയി എന്ന് വിലാപത്തിൻ്റെ പുസ്തകത്തിലും കരച്ചിലുയരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാം കയ്യിലുള്ളവരായതുകൊണ്ട് നമ്മുടെ കുർബാനയെ
അങ്ങേയറ്റം ശ്രദ്ധയിലത് കാണുന്നു എന്നൊരു സങ്കടം എനിക്കുണ്ട്. നമ്മുടെ പള്ളികളിൽ എന്തെല്ലാം തമാശകളാണ് അരങ്ങേറുന്നത്. അൾത്താരയ്ക്ക് ചുറ്റിലും നമ്മൾ എന്തെല്ലാം കോമാളി വേഷങ്ങൾ ആടിത്തിമിർക്കുന്നു. ഇനി എന്തും ഏതും സംഭവിപ്പിക്കാവുന്നൊരിടമായിട്ട് ബലിപീഠം മാറിയിട്ടുണ്ട്. ബലിപീഠ ശുശ്രൂഷയ്ക്കിടയിൽ വാക്ക് തർക്കങ്ങൾ, കോലാഹലങ്ങൾ, പരസ്പരം തെറിപറയലുകൾ, പഴിചാരലുകൾ, പിടിവലി, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബലിപീഠത്തെ ഇത്ര നിസ്സാരമായിട്ട് കാണണോ? ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ, വിയറ്റ്നാമീസ് ആർച്ച് ബിഷപ്പാണ്, പിന്നീട് അദ്ദേഹം കാർഡിനലായി മാറി. പോപ്പ് ജോൺ പോൾ രണ്ടാമന് അദ്ദേഹമാണ് വാർഷിക ധ്യാന ചിന്തകളൊക്കെ പങ്കുവച്ച് നൽകിയത്. അദ്ദേഹത്തിന് സുന്ദരമായ പുസ്തകമുണ്ട്, ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്. അദ്ദേഹം 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം ജയിലിൽ കഴിയേണ്ടി വന്ന ആളാണ്. 13 വർഷക്കാലം സ്വാഭാവികമായിട്ട് കുർബാനയില്ലാൻ അനുവാദമില്ല. അദ്ദേഹം പറയുന്നത് എങ്ങനെയൊക്കെ എത്തിച്ച വൈനിൽ നിന്നും 3 തുള്ളി വൈനും 1 തുള്ളി വെള്ളവും കൈക്കുടന്നയിൽ വെച്ചിട്ട് കുർബാന അർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുക, എൻ്റെ കൈക്കുടന്ന അതായിരുന്നു എൻ്റെ അൾത്താര, എൻ്റെ കത്തീഡ്രൽ. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ നിന്നും പുറത്തു വന്നു, എനിക്ക് വലിയ പള്ളികളൊക്കെ സമ്മാനിക്കപ്പെട്ടു. പക്ഷേ ആദ്യം ആ ജയിലിലുണ്ടായിരുന്ന ആ ഒരു ചൈതന്യവും ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയും പിന്നീട് ഉണ്ടായിട്ടില്ല. മെക്സിക്കോയിലെ ക്രിസ്ത്യേരോ എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ജെയിംസ് കവിയർ എന്ന വലിയ മതപീഡകൻ പ്രസിഡൻ്റായിട്ട് വരുന്നു. പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കടുത്ത പേഴ്സിക്യൂഷൻ ആരംഭിക്കുകയാണ്. എത്ര ആളുകളെ കൊന്നൊടുക്കി. അച്ഛന്മാർ ഈ പുരോഹിത വസ്ത്രം ധരിക്കുന്നതിന് പിഴ കൊടുക്കേണ്ടി വന്നു, 500 പേസോ അന്നത്തെ കാലത്ത്. വലിയൊരു തുകയാണത്. എത്ര അച്ഛന്മാരെ പുരോഹിത വസ്ത്രത്തോടു കൂടി തന്നെ, കുർബാന കുപ്പായത്തോടു കൂടി തന്നെ ആൾക്കാരെ കെട്ടിത്തൂക്കിയിട്ടു. പക്ഷേ അവരെല്ലാം സന്തോഷത്തോടു കൂടി പേഴ്സിക്യൂഷൻ സ്വീകരിച്ചു. ആരും ഓടി ഒളിച്ചില്ല. 2 ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് പറയുക. ഹൊസേ സാഞ്ചസ് റേയസ് എന്ന് പറയുന്ന 15 വയസ്സുകാരൻ അൾത്താര ബാലൻ, അവനെ പഠിപ്പിച്ചത് ഒരച്ഛനാണ് അൾത്താരബാലനാകാനും കുർബാന അർപ്പിക്കാനും കുർബാനയായി മാറാനൊക്കെ. അവൻ്റെ അന്തരംഗങ്ങൾ വളരെ സുന്ദരമായിട്ട് ക്രിസ്ത്യേരോ എന്ന സിനിമയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. മേയറായ അവൻ്റെ തലതൊട്ടപ്പൻ പറയുന്ന, മോനെ വെറുതെ ഒന്ന് അഭിനയിക്കുക കർത്താവിനെ തള്ളി പറയുന്നതായിട്ട്, അത്രമാത്രം ചെയ്താൽ മതി, ദെൻ യു ക്യാൻ ഗോ ഹോം. അവൻ തലയാട്ടി. നിഷ്ഠുരമായ ക്രൂരമായ പീഡകളൊക്കെ ഏൽക്കുമ്പോഴും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തുരേയസ്, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. പിന്നീട് കത്തീഡ്രൽ സ്ക്വയറിലേക്ക് അവൻ നയിക്കുകയാണ്. അപ്പനും അമ്മയൊക്കെ അനുഗമിക്കുന്നുണ്ട്. അവൻ അവിടെ എത്തപ്പെട്ടപ്പോഴും ഈ മേയർ പറഞ്ഞു, തലതൊട്ടപ്പം പറഞ്ഞു, മോനെ വെറുതെ ഒന്ന് തള്ളിക്കളയുക കർത്താവിനെ, നിനക്ക് വീട്ടിൽ പോകാം. അവൻ പപ്പായെ നോക്കി പറഞ്ഞു, പപ്പ ഐ ലവ് യു. അമ്മയെ നോക്കി പറഞ്ഞു, മമ്മ ഐ ലവ് യു. എന്നിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തുരേയസ്, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. കത്തിയിറക്കി ഒരു ഭടന്മാരിലൊരാൾ അവൻ്റെ നെഞ്ചിലേക്ക്, അവൻ കുഴിമാടത്തിലേക്ക് വീണു. അവിടെ ചോര കൊണ്ട് അവൻ ഒരു കുരിശുരൂപം വരച്ചു. എന്നിട്ട് വളരെ സമാധാനത്തോട് പറഞ്ഞു, ഐ എം ഗോയിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവനെ അങ്ങനെ ഒരുക്കിയ, അത്ര ധീരതയോടുകൂടി മരണത്തെ നേരിടാൻ അവനെ ഒരുക്കിയിട്ടുള്ള അവൻ്റെ ഗോഡ് ഫാദറായ വികാരിച്ചനുണ്ട്. ആ അച്ഛന് ഇതുപോലെ തന്നെ മരണത്തെ നേരിട്ട ആളാണ്. ഇവൻ അച്ഛനോട് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, സോൾജിയേഴ്സ് പള്ളിയിലേക്ക് വരുന്നുണ്ട്, എവിടെയും പോയി ഒളിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ഹൈഡ്, വെർ കൻ ഐ ഹൈഡ്. എനിക്ക് പള്ളിയിൽ നിന്ന് എവിടെയാണ് ഒളിച്ചോടാൻ പറ്റുക? ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ ഗ്രേറ്റർ ഗ്ലോറി ദാൻ ലേയിങ് വൺസ് ലൈഫ് ഫോർ ക്രൈസ്റ്റ്. ഈ കർത്താവിന് വേണ്ടി ജീവിതം പിടിയുന്നതിനേക്കാൾ വലിയ ഗ്ലോറി വേറെ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് കുർബാന കുപ്പായം ഒന്ന് അഴിച്ചു മാറ്റാതെ, അതണിഞ്ഞുകൊണ്ട് കണ്ണടക്കാതെ അദ്ദേഹം നിറതോക്കുമായിട്ട് വന്ന ഈ സോൾജിയേഴ്സിനെ അഭിമുഖീകരിക്കുന്നു. നിറതോക്ക് നെഞ്ചിലേക്ക് പാഞ്ഞു വരുമ്പോഴും അദ്ദേഹം കണ്ണ് ഒന്ന് ചിമ്മുക പോലും ചെയ്തില്ല എന്ന് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള
ചരിത്രക്കുറിപ്പുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ബലിയായി മാറിയത്. ഇങ്ങനെയാണ് ആളുകൾ ബലിപീഠത്തെ അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. നമ്മളെങ്ങനെയാണ് എന്നൊന്ന് ചോദിക്കുക. നമ്മൾ ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും ഫസ്റ്റ് മാസാക്കി ലാസ്റ്റ് മാസം എന്നതുപോലെ ഒള്ളി മാസം എന്നതുപോലെ അർപ്പിക്കാറുണ്ടോ? ചോദ്യം വെറുതെ ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക. നന്നായിരിക്കും. നല്ല യാത്ര ചെയ്തായിരുന്നു.